ഗ്രാമപോരിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ പോരിന്റെ ചിത്രം തെളിഞ്ഞതോടെ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പ്രത്യേകിച്ച് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കോൺഗ്രസ് കളം നിറഞ്ഞത് മറ്റു മുന്നണികൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. മാത്രമല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ തുറുപ്പുചീട്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 2 പേരെ സ്ഥാനാർത്ഥികളാക്കി കോൺഗ്രസ് ഇത്തവണ പുതുചരിത്രം എഴുതിയത് വലിയ വാർത്തയായിരുന്നു. പിന്നെ കലാരംഗത്തു നിന്നുള്ളവർ, മുതിർന്ന നേതാക്കൾ, ശക്തരായ വനിതകൾ, യുവ നേതാക്കൾ, സാധാരണക്കാരായവർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഇത്തവണത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരു പേരിൽ എല്ലാം ഉണ്ടെന്ന് പറയുകയാണ് കോഴിക്കോട്ടെ ഒരു സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയുടെ പേരാണ് ബ്രസീലിയ ശംസുദ്ദീൻ. അതെ, കോഴിക്കോട് പേരുകൊണ്ട് താരമായിരിക്കുന്ന ബ്രസീലിയ ശംസുദ്ദീനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപോരിൽ സംസാരിക്കാൻ പോകുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 4ാം വാർഡായ പുത്തൂരിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിരിക്കുന്നത് ബ്രസീലിയ ശംസുദ്ദീനെയാണ്. ഒരുപക്ഷെ പുത്തൂർ പോലൊരു ഡിവിഷനിലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന് തന്നെ ബ്രസീലിയെ നമുക്ക് പറയാം. ഫുട്ബോൾ ആരാധകരായ കുടുംബാംഗങ്ങൾ തന്നെയാണ് ബ്രസീലിയ എന്ന പേരിന് പിന്നിൽ. തന്റെ പേരിലുള്ള വ്യത്യസ്തത കാരണം ഒരു വാർഡിനു പുറമെ കേരളം മുഴുവൻ സുപരിചിതയാണിപ്പോൾ ബ്രസീലിയ ശംസുദ്ദീൻ. വ്യത്യസ്തമായ പേരിന്റെ പിൻബലത്തോടെ വർഷങ്ങളായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരിക്കുന്ന വാർഡ് തിരികെ പിടിക്കാൻ ഒരുങ്ങുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബ്രസീലിയയും മുസ്ലിം ലീഗും ടീം UDFും. 2010 കാൽപന്ത് കളിയുടെ ഗ്രാമമായ നൈനാം വളപ്പ് ഉൾപ്പെടുന്ന മുഗദാർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചപ്പോൾ അട്ടിമറി വിജയമായിരുന്നു അന്ന് ബ്രസീലിയയെ കാത്തിരുന്നത്. അന്നും ബ്രസീലിയ എന്ന പേര് തന്നെയായിരുന്നു താരം. അന്നത്തെ കൗൺസിലറായുള്ള പ്രവർത്തന പാരമ്പര്യവുമായാണ് വീണ്ടും ബ്രസീലിയ പുത്തൂർ ഡിവിഷനിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി പുത്തൂരിൽ സജീവമായിരിക്കുകയാണ് ബ്രസീലിയ. നീതി നിഷേധത്തിന്റെ ഇടതു ഭരണകൂട അനീതിക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി തെരുവുകളിൽ ശബ്ദിച്ചവരിൽ എല്ലായ്പ്പോഴും മുന്നിലുണ്ടാകും നല്ല പാട്ടുകാരി കൂടിയായ ബ്രസീലിയ. അനീതിക്കെതിരെ യുവജന ശബ്ദമായവൾ. ഇപ്പോഴിതാ വീണ്ടും പുത്തൂരിലെ ഗ്രാമീണ ജനതയുടെ ശബ്ദമാവാൻ ബ്രസീലിയ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയാണ് UDFിനും. LDFിന്റെ സിറ്റിംഗ് ഡിവിഷനായ പുത്തൂർ ഇത്തവണ UDF പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഈ യുവ സ്ഥാനാർത്ഥി. കാലാകാലങ്ങളായി LDF ഭരണം തുടരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ തിരികെ പിടിക്കാൻ ഇത്തവണ ഇടതിന്റെ ദുർഭരണത്തിനെതിരെയും അഴിമതിക്കെതിരെയുമുള്ള ജനവികാരം സഹായിക്കുമെന്നാണ് ബ്രസീലിയ പറയുന്നത്. നിലവിലെ വാർഡിലെയും കോർപ്പറേഷന്റെയും വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബ്രസീലിയയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോർപ്പറേഷനെതിരായ അഴിമതി ആരോപണങ്ങളെയും ഇത്തവണ കോഴിക്കോട്ട് UDF ആയുധമാക്കുന്നുണ്ട്. ഇതിനേക്കാളെല്ലാം ജനങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്ന വികസനങ്ങളെ കുറിച്ചാണ് പ്രധാനമായി ബ്രസീലിയ സംസാരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇടത് കോട്ടയിൽ വെന്നിക്കൊടി പാറിക്കാമെന്നാണ് മുൻ കൗൺസിലർ കൂടിയായ ബ്രസീലിയയുടെ പ്രതീക്ഷ. എന്തായാലും ബ്രസീലിയയും ഫാത്തിമ തഹ്ലിയയും വൈഷ്ണയും പോലുള്ള യുവ നേതാക്കളെ രംഗത്തിറങ്ങി ഇടത് കോട്ടകൾ പൊളിക്കാൻ കോൺഗ്രസ് സജ്ജമാകുമ്പോൾ ഇടതിനും BJPക്കും എത്ര കണ്ടതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നറിയില്ല. വ്യത്യസ്തരും ശക്തരുമായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പ്രചരണവും ശക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും CPM നേതാക്കളായ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാരും ജയിലിൽ കിടക്കുന്നതും കോടതിയുടെ അഴിമതി പരാമർശവും സർക്കാർ വിരുദ്ധ വികാരവുമൊക്കെ ഉയർത്തിക്കാട്ടിയും കേന്ദ്രത്തിലിരുന്ന് കേരളത്തിൽ ഉൾപ്പെടെ ഹിന്ദുത്വവും ഫാസിസവും അടിച്ചേൽപ്പിക്കാനും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന BJPക്കും വോട്ടുകളിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും ചെയ്യുന്ന NDAയുടെയും BJPയുടെയും കൂട്ടുകെട്ടിനെയും ചോദ്യം ചെയ്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ കോൺഗ്രസ്. അതിലൊരു പരിധിവരെ കോൺഗ്രസ് വിജയിച്ചെന്ന് തന്നെ പറയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.